ഫോൺ ചെവിയിൽ വെച്ചിട്ട് അത് പ്രഭയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് മുതലാളിക്ക് സംസാരിക്കുന്നിടത്ത് എൻ്റെ അടുത്ത് സംസാരിച്ചു. അത് 1000 അത് എത്ര രൂപ ഇതിനകത്ത് നോക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു 1100 രൂപ ഉണ്ടായിരുന്നു. അതൊരു 1200 രൂപ മുതലാളി തരാൻ പറഞ്ഞായിരുന്നു. അന്ന് ഇല്ല ചേട്ടാ, ഒരു 1200 രൂപ. വർക്കലയിൽ പട്ടാപ്പകൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെടുത്തതായി പരാതി. വർക്കല നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ജ്യൂസ് പാർലറിൽ നിന്നും കടയുടമയുടെ സുഹൃത്തെന്ന വ്യാജേന മാന്യമായ വസ്ത്രം ധരിച്ചെത്തിയ ആളാണ് ജീവനക്കാരിൽ നിന്നും പണം തട്ടിയെടുത്തത്. വർക്കല ഇലകമൺ സ്വദേശിയായ ബിജോയ് രാജേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ജ്യൂസ് പാർലറിൽ നിന്നുമാണ് ഇന്നലെ വൈകുന്നേരം 5:30 പണം തട്ടിയെടുത്തത്. കയറി വന്നായിരുന്നു. അപ്പൊ മുതലാളി ഉണ്ടാന്ന് കേട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, വീട്ടിൽ പോയേക്കുന്നു. അത് ഇപ്പൊ വരും, 6:30 വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വെച്ച് മൊബൈലിന്റെ സമയം എത്രയാണെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 5 വരെയായിരുന്നു പറഞ്ഞു. അപ്പൊ 7 മണിക്ക് ആവല്ലേ മുതലാളി വരാൻ. ഞാൻ പറഞ്ഞു 7 മണിയൊക്കെ ആവും. എങ്കിൽ ഞാൻ മുതലാളിയെ വിളിക്കാന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചായിരുന്നു. അത് നീ എവിടെയാണ് നിൽക്കുന്ന എന്ന് പറഞ്ഞിട്ട് അത് ഞാന് ഒരു കുഞ്ഞുമോനെന്ന് പറയുന്ന ഒരാള് പൈസ കൊണ്ടുവരും. അപ്പൊ ഇയാള് മേടിച്ച് വെക്കുമെന്ന് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു മേടിക്കാൻ നോക്കും. അത് നിന്റെ പേരെന്തരാണ്? ഞാൻ പറഞ്ഞ പ്രഭയാണ്. എന്നിട്ട് ഫോൺ ചെവിയിൽ വെച്ചിട്ട് അത് പ്രഭയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് മുതലാളിക്ക് സംസാരിക്കുന്നിടത്ത് എൻ്റെ അടുത്ത് സംസാരിച്ചു. അത് ഒരു 1000 അതിൽ എത്ര രൂപ ഇതിനകത്ത് നോക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു 1100 രൂപ ഉണ്ടായിരുന്നു. അതൊരു 1200 രൂപ മുതലാളി തരാൻ പറഞ്ഞായിരുന്നു. അന്ന് ഇല്ല ചേട്ടാ, ഒരു 1200 രൂപ ഉണ്ട്. എങ്കിൽ കൊണ്ടുവരുന്ന 7000 രൂപയെന്ന് ഈ 1200 രൂപ മുതലാളികൾക്ക് ഈ 1200 രൂപ കുറച്ചിട്ട് ബാലൻസ് മുതലാളിയിലേക്ക് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഡയറിയിൽ എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു. പേര് കുഞ്ഞുമോന്ന് നോക്കി എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു. ഒരു 1200 രൂപ മേടിച്ചിട്ടുണ്ടെന്നോ എഴുതാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മുതലാളി വിളിച്ച് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഒരാളോട് പൈസ വെക്കുന്നത് കൊണ്ട് മുതലാളി വിളിച്ചിട്ടുണ്ടെന്ന്. കടയുടമയുടെ സുഹൃത്താണെന്ന് തോന്നിക്കും വിധം ഉടമയുമായി സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഫോണിൽ സംസാരിക്കുന്ന രീതിയിൽ ജീവനക്കാരിയെ തെറ്റിദ്ധരിപ്പിക്കുകയും തുടർന്ന് 7000 രൂപ ആവശ്യപ്പെടുകയുമായിരുന്നു. അത്രയും തുക ക്യാഷ് കൌണ്ടറിലില്ലെന്നും 1200 രൂപ മാത്രമേ ക്യാഷ് കൌണ്ടറിലുള്ളൂവെന്നും ബാക്കിയെല്ലാം ഗൂഗിൾ പേ ആയിരുന്നുവെന്നും ജീവനക്കാരി അപരിചിതനോട് പറഞ്ഞു. മാന്യമായ വസ്ത്രം ധരിച്ച മോഷ്ടാവ് ഉടമയോട് സംസാരിക്കുന്ന രീതിയിൽ വീണ്ടും 1200 രൂപ മാത്രമേ ഇവിടെയുള്ളൂവെന്നും അത് താൻ വാങ്ങിക്കുകയാണെന്നും ഉടമയോട് ഫോണിൽ പറയുകയായിരുന്നു. തുടർന്ന് ജീവനക്കാരിൽ നിന്നും 1200 രൂപ തന്ത്രപൂർവ്വം കൈക്കലാക്കി മോഷ്ടാവ് കടന്നുകളഞ്ഞു. വൈകുന്നേരമായതോടുകൂടി കടയുടമ കടയിലെത്തിയപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ജീവനക്കാരി മനസ്സിലാക്കിയത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ സഹിതം കടയുടമ വർക്കല പോലീസിൽ പരാതി നൽകി. ഇയാൾ 3 ദിവസത്തിന് മുൻപും വൈകുന്നേരം ഏകദേശം ഇതേ സമയത്ത് തന്നെ കടയുടമയെ അന്വേഷിച്ച് കടയിൽ വന്നിരുന്നതായി ജീവനക്കാരി പറയുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.